നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ്. ഇതിന് ഇത്ര ഉയരം ഉണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് എന്തോരം ഉണ്ടാവും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ബിൽഡിങ്ങിന്റെ ഭാരം ഏകദേശം 5 ലക്ഷം ടണ്ണാണ്. ഇത് വളരെ വലിയൊരു സംഖ്യയാണെങ്കിലും നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിന്റെ ഒരു മണൽ തരിക്ക് നമ്മുടെ ബുർജ് ഖലീഫിന് കൂടുതൽ ഭാരമുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ യൂണിവേഴ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സംഭവത്തിനാണ് നമ്മൾ സ്റ്റാറുകൾ എന്ന് പറയുന്നത്. ഏതൊരു സോളാർ സിസ്റ്റത്തിന്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കും അതിന്റെ ഹോസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ സൂര്യൻ. പക്ഷെ എല്ലാത്തിനെയും പോലെ നമ്മുടെ സൂര്യനും ഒരു അവസാനം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ തന്നെയാണ്. അതായത് നമ്മുടെ സൂര്യന്റെ അകത്ത് ഓരോ 2 ഹൈഡ്രജൻ ആറ്റം ഫ്യൂസ് ചെയ്തിട്ട് അത് ഹീലിയമായിട്ട് മാറും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. ഈ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സിനും ലൈറ്റ് എത്തുന്നതും നമ്മുടെ ഭൂമിയിൽ ലൈഫ് കണ്ടുവരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ തീർന്നു പോയി കഴിഞ്ഞാൽ അവിടെ സൂര്യന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൂര്യന്റെ അകത്തുള്ള ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആവും, അതായത് കംപ്ലീറ്റ്ലി തീർന്നു പോകും. ഇങ്ങനൊരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ കോർ കൊളാപ്സ് ചെയ്യുകയും അതൊരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫാക്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമാണ് ഒരു ന്യൂക്ലിയർ സ്റ്റാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമുക്കറിയാവുന്നതെന്ന് വെച്ച് നമ്മുടെ യൂണിവേഴ്സിലത്തെ ഒരു മേജർ ഫോഴ്സ് ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ മാസം ഉള്ളതുകൊണ്ട് ഭൂമിക്ക് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, നമ്മുടെ സൂര്യന് മാസം ഉള്ളതുകൊണ്ട് സൂര്യന് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ്റെ അകത്തൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള പ്രഷർ ഫോം ചെയ്യും. ഇതിനാണ് നമ്മൾ റേഡിയേഷൻ പ്രഷർ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ ഫോം ചെയ്തതുകൊണ്ട് നമ്മുടെ സൂര്യൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. അതായത് മാസീവ് എമൗണ്ട് ഓഫ് പ്രഷർ എനർജിയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ പയ്യെ എക്സ്പാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പാൻഷനെ എതിർത്ത് നിൽക്കുന്ന ഒരു ഫോഴ്സാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ റേഡിയേഷൻ പ്രഷർ നാച്ചുറലി നമ്മുടെ സൂര്യനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും, അത് വീർപ്പിക്കാൻ നോക്കും. പക്ഷേ ഈ ഒരു എക്സ്പാൻഷനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഈ ഒരു സംഭവം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സൂര്യനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാണ്ട് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ് എന്നേക്കുമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന ഹൈഡ്രജൻ ഒരിക്കൽ പയ്യെ ഇങ്ങനെ ഡിപ്ലീറ്റഡ് ആയി തുടങ്ങും, അതായത് പയ്യെ ഇങ്ങനെ തീർന്നു തുടങ്ങും. അങ്ങനെ നമ്മുടെ സൂര്യന്റെ അകത്ത് കണ്ടുവരുന്ന ഇന്ധനമായ ഹൈഡ്രജന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ സൂര്യന്റെ അകത്ത് സംഭവിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷന്റെ അളവ് കുറഞ്ഞു വരികയും ഇതിന്റെ അകത്തുള്ള ആ ഒരു റേഡിയേഷൻ പ്രഷറും കുറഞ്ഞു വരികയും ചെയ്യും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മാറി ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവുകയും നമ്മുടെ സൂര്യന്റെ കോർ പയ്യെ ചുരുങ്ങാനും തുടങ്ങും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു സംഭവത്തിന്റെ മാക്സിമം കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സൂര്യന്റെ കോർ കംപ്രസ് ആവുന്നത് കൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ ഡ്രമാറ്റിക്കലി കൂടും. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ സൂര്യന്റെ കോറിന്റെ അകത്ത് കണ്ടുവരുന്ന ന്യൂക്ലിയർ ഫ്യൂഷന്റെ റേറ്റ് ഭയങ്കര ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഫിനോമിനൻ സംഭവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സൂര്യന്റെ കോറിന്റെ അകത്ത് പ്രഷർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുകയും അത് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എക്സീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സൂര്യൻ പയ്യെ വീർത്ത് ഏകദേശം നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റ് വരെ വലുതാവുമെന്നാണ് പറയപ്പെടുന്നത്. സൂര്യന്റെ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ശരിക്കും റെഡ് ജയന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഗസ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ലൈഫ് എന്നുള്ള സംഭവമേ ഉണ്ടാവില്ല. നമ്മുടെ ഭൂമിയിലത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിലത്തെ വെള്ളം മുഴുവനും ആവിയായി പോയിട്ടുണ്ടാവും. ഏകദേശം കറന്റ്ലി നമ്മുടെ വീനസിന്റെ സിറ്റുവേഷൻ തന്നെയായിരിക്കും നമ്മുടെ ഭൂമിയിൽ ചിലപ്പോൾ അനുഭവപ്പെടാം. അങ്ങനെ നമ്മുടെ ഈ സൂര്യൻ ഈ റെഡ് ജയന്റിന്റെ ഫേസിൽ ഏകദേശം 1 ബില്യണോളം വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ റെഡ് ജയന്റ് പയ്യെ അതിന്റെ സ്വന്തം ഗ്രാവിറ്റിയിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസിൽ പയ്യനെ കൊളാപ്സ് ചെയ്ത് ഇത് കൊളാപ്സ് ചെയ്യാൻ കാരണം സൂര്യന്റെ അകത്തുള്ള ഇന്ധനം കംപ്ലീറ്റ്ലി തീരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ സൂര്യൻ പയ്യെ കൊളാപ്സ് ചെയ്ത് ഒരു വൈറ്റ് ഡ്വാർഫ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും.
അതായത് നമ്മുടെ സൂര്യൻ ഒരിക്കലും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കുകയില്ല, നമ്മുടെ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയില്ല. കാരണം നമ്മുടെ സൂര്യന് അത്രയ്ക്ക് മാസ് കുറവായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ചോദിക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫിൽ നിന്നത്? അതായത് നമ്മുടെ സൂര്യന്റെ അകത്തുകൊണ്ടിരുന്ന ഇന്ധനമായ ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ ശരിക്കും ഇൻഡെഫിനിറ്റ്ലി ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കേണ്ടതല്ലേ? അതായത് ഒരു സിംഗുലാരിറ്റിയിലോട്ട് ചുരുങ്ങിയിട്ട് അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇങ്ങനെ സംഭവിക്കാത്തതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യന് മാസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം. അതായത് ഒരു സംഭവത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഈ ഒരു ഫോൺ എം ടി സ്പേസിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇത് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേൻ്റെ കൂടുതലായിരിക്കും ഒരു കസേര കൊണ്ടുപോയിട്ട് ഞാനൊരു എം ടി സ്പേസിൽ കൊണ്ട് വയ്ക്കുമ്പോൾ. അതായത് അതിന്റെ മാസ് കൂടുന്നതനുസരിച്ച് അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയിൽ കൂടുതൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് നമ്മുടെ സൂര്യനുള്ളത്. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ സൂര്യന്റെ അകത്തുള്ള ഇന്ധനമൊക്കെ തീർന്ന് നമ്മുടെ സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് അതൊരു വൈറ്റ് ഡ്വാർഫിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരും. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ഡ്വാർഫിന്റെ അകത്ത് ശരിക്കും എന്താണുള്ളത്? ബേസിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കിവിടെ ഇലക്ട്രോൺസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ വൈറ്റ് ഡ്വാർഫിന്റെ അകത്തും ഏതൊരു സംഭവത്തിന്റെ അകത്തൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു സംഭവത്തിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് പയ്യെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ വരണം. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺസിന് അടുത്തടുത്ത് വരാനുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഈ ഇലക്ട്രോൺസിന്റെ ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് മാക്സിമം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണെങ്കിൽ, അതായത് ഗ്രാവിറ്റി കാരണം മാക്സിമം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഭയങ്കര ഹൈ സ്പീഡിൽ ഇങ്ങനെ റെസനേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ, ഇങ്ങനെ വിഗിൾ ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ സംഭവിക്കുന്നതുകൊണ്ട് ഒരു റീജനറേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ അവിടെ ഫോം ചെയ്യുകയും ഈ ഒരു പ്രഷർ നമ്മുടെ ഗ്രാവിറ്റിക്ക് എതിരെ ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റീജനറേറ്റീവ് ഫോഴ്സ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ സൂര്യനിൽ മാസ് കൂടിയ ഒരു സംഭവത്തിനാണ് ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ റീജനറേറ്റീവ് ഫോഴ്സിനേൽ കൂടുതൽ ഗ്രാവിറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി പിന്നെ കംപ്രസ് ആവുകയും നമ്മുടെ ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ന്യൂട്രോൺസും ന്യൂട്രിനോസും ഒക്കെ ആയിട്ട് മാറും. അതായത് ഇങ്ങനെ ഫോം ചെയ്യുന്ന ഓരോ ന്യൂട്രോൺസിന്റെ ഭാരം എന്ന് പറയുന്നത്, അത് മാസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇലക്ട്രോണിന്റെ 2000 ടൈംസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫോം ചെയ്യുന്ന സ്റ്റാർസിനെയാണ് നമ്മൾ ശരിക്കും ന്യൂട്രോൺ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അതായത് നമ്മുടെ സൂര്യനിൽ 10 to 20 മടങ്ങ് മാസ് കൂടിയ ഒരു സ്റ്റാർ ആണെങ്കിൽ അതിന്റെ ആ ഒരു കംപ്രഷൻ സ്റ്റേറ്റിൽ അതിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ബേസിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസും കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി കംപ്രസ് ചെയ്യുകയും അത് യോജിപ്പിച്ച് ഒരു സംഭവമായിട്ട് മാറും. ഇതിനാണ് നമ്മൾ ശരിക്കും ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. അതായത് ഈ ന്യൂട്രോൺസിന് ഭയങ്കര ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്റ്റാർസിനെയാണ് നമ്മൾ ശരിക്കും പറയാൻ ന്യൂട്രോൺ സ്റ്റാർസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാം, ന്യൂട്രോൺ സ്റ്റാർസ് ഉണ്ടാവാൻ സഹായിച്ച ആ ഒരു ഹോസ്റ്റ് സ്റ്റാറിന് വലിയൊരു സ്റ്റാറാണ് ഇതേപോലെ കംപ്രസ് ചെയ്യുകയെങ്കിൽ ഇതിന്റെ ആ ഒരു കംപ്രഷൻ സ്റ്റേജിൽ ഇതിന്റെ ഗ്രാവിറ്റി ഭയങ്കര സൂപ്പർ എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഡെഫിനിറ്റ്ലി കംപ്രസ് ആവുകയും ഇതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒരു സ്റ്റാർ ബ്ലാക്ക് ഹോളൊക്കെ ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മിക്കയിടത്തുനിന്ന് ഏതൊരു ഷോർട്ട് വീഡിയോസിൽ നിന്ന് ലോങ് വീഡിയോസിൽ നിന്ന് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു സ്റ്റാർ കംപ്രസ് ചെയ്ത് അതിന്റെ സ്റ്റാർ ലൈഫ് സൈക്കിൾ അറ്റത്തെ അവസാനം എത്തുമ്പോഴാണ് അതൊരു ബ്ലാക്ക് ഹോൾ ആവുന്നത്, അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആവുന്നത്, നമ്മുടെ സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫ് ആവുന്നത്, നമ്മുടെ സൂര്യന് സൂപ്പർനോവ സംഭവിക്കില്ല. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് തിയറട്ടിക്കൽ നമുക്ക് അറിയാവുന്നതിന് വെച്ച് നമ്മുടെ ലിമിറ്റിനനുസരിച്ചുള്ള സയന്റിഫിക് ഡേറ്റയാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ന്യൂട്രോൺ സ്റ്റാർസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിട്ട് തോന്നുമെങ്കിലും പിന്നെ ആവറേജ് ഒരു ന്യൂട്രോൺ സ്റ്റാറിന്റെ വലുപ്പം എന്ന് പറയുന്നത് വെറും 20 കിലോമീറ്റർ ഡയമീറ്റർ മാത്രമാണ്. അപ്പോൾ അത്ര ചെറിയ സ്റ്റാർസ് ആണ് നമ്മുടെ ന്യൂട്രോൺ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിന്റെ ഡെൻസിറ്റി ഭയങ്കര സൂപ്പർ എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ സ്റ്റാർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ന്യൂട്രോൺ സ്റ്റാർസിന്റെ ഒരു മണൽത്തരി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബുർജ് ഖലീഫേനും കൂടുതൽ വെയിറ്റ് ഉണ്ടാവും ആ സംഭവത്തിന്. അപ്പൊ അത്ര ഡെൻസിറ്റി കൂടിയ ഒരു സ്പേസ് ഫിനോമിനൻ തന്നെയാണ് നമ്മുടെ ന്യൂട്രോൺ സ്റ്റാർസ് എന്ന് പറയുന്നത്. ഇതൊരു സയൻസ് ചാനൽ ആയതുകൊണ്ട് തന്നെ ചിലവരൊക്കെ കമന്റ്സിൽ ചോദിക്കാറുണ്ട് ഇതിനൊക്കെ തെളിവ് എന്താണെന്നുള്ളത്.
ഇതിന്റെ തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടെലിസ്കോപ്പ് നിങ്ങൾ ഒപ്പിച്ചിട്ട് നിങ്ങൾ സ്റ്റെലേരിയം ആപ്പ് ഉപയോഗിച്ചിട്ട് സിരിയസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറിലേക്ക് നോക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ, മിക്കവാറും നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റാറാണ് ബീറ്റിൽ ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ രാത്രി ഒരു ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്കത് കണ്ണുകൊണ്ട് കാണാനും പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷന് ശേഷം അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുന്നതാണ് പറയപ്പെടുന്നത്. ഒന്നിലൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് ന്യൂട്രോൺ സ്റ്റാർസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് അധികം ആൾക്കാർ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല സൂപ്പർനോവയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾസിന്റെ ആ ഒരു ഫോർമേഷനെ പറ്റിയിട്ട് അതിന്റെ തിയറട്ടിക്കൽ സ്റ്റഡി ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് മിക്കവാറും ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. മിക്കവാറും നമ്മൾ അടുത്ത വീഡിയോ പാരലൽ യൂണിവേഴ്സിനെ പറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുമാത്രമല്ല വേർബ് ഹോൾസിനെ പറ്റിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റും. കാരണം അതിനെപ്പറ്റി ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ അതാണ് ഇതാണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതിനൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ശരിക്കും ഈ വേം ഹോൾസിൻ്റെ ആ ഒരു കൺസെപ്റ്റിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. വെറുതെ ക്ലിക്ക് ബൈറ്റിന് എനിക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ അത് നിങ്ങളുടെ സമയം പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രാഫൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം മിക്കവാറും ആ വീഡിയോയുടെ ഒരു പ്രസന്റേഷൻ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. കാരണം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ്. അധികം ചാനൽസ് ഒന്നും ഇങ്ങനെ ചെയ്യുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ട് ചെയ്യുന്ന ഓരോരോ വീഡിയോസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.